എല്ലാ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്നൊരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് നോക്കിയാലോ? അതും കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട്. നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ കാർഡ്ബോർഡ് പീസ് അവൈലബിൾ ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ പേപ്പർ യൂസ് ചെയ്ത് ഉണ്ടാക്കാം കേട്ടോ. ഇച്ചിരി കട്ടിയുള്ള പേപ്പർ വേണം, അതിന് വേണ്ടി എടുക്കുക. ഞാനിതുപോലെ 2 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പീസിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 കാർഡ്ബോർഡ് പീസും ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് ഇതുപോലെ വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ കാർഡ്ബോർഡിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാർക്കർ പെന്നിട്ട് എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ മാർക്കർ പെൻ എടുക്കുമ്പോൾ നിങ്ങൾ നോർമൽ മാർക്കർ പെൻ വേണം യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു ക്ലോത്തിൽ വെള്ളം മുക്കി തുടയ്ക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ക്രാഫ്റ്റ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.